അസ്സലാമു അലൈക്കും എവരിവൺ. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ മക്കളെ സ്കൂളിലാക്കണം. എൻ്റെ ബിന്നൊക്കെ അവിടെ എംറ്റി ആയിട്ടിരിപ്പുണ്ട്, അതൊക്കെ കൊടുന്ന് വെക്കണം. ഗാരേജിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്, അതൊക്കെ എടുത്ത് ഷോപ്പിലോട്ട് കൊണ്ടുപോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. എനിവേ അതൊക്കെ അവിടെ നടക്കട്ടെ, നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് സൗന്ദര്യത്തെക്കുറിച്ചിട്ടാണ്. ഞാൻ ചെറിയ കാലത്തൊക്കെ, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ സൗന്ദര്യം എന്ന് പറഞ്ഞുള്ള അല്ലെങ്കിൽ സൗന്ദര്യമുള്ളൊരു സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക വിടർന്ന കണ്ണുകളുള്ള, വെളുത്ത നിറമുള്ള, നീണ്ട മുടിയുള്ള അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ത്രീയായിരുന്നു. ഇന്ന് വളർന്നു വലുതായപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വെളുത്ത നിറവും വിടർന്ന കണ്ണും നീണ്ട മുടിയൊന്നും സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗമേ അല്ല എന്നുള്ളത്. ഇന്ന് എനിക്ക് സൗന്ദര്യത്തെ ഞാൻ ഡിഫൈൻ ചെയ്യണത് അതൊരു കോമ്പിനേഷൻ ഓഫ് സ്കില്ലാണ്. ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സുന്ദരിയാവാൻ കഴിയില്ല. ഒരു സൗന്ദര്യമുള്ള സ്ത്രീ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും, വളരെ ധൈര്യമുള്ളവളായിരിക്കും, ഒരുപാട് കരുണ ഉള്ളവളായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ. അവൾക്ക് അഭിപ്രായം ഉണ്ടായിരിക്കും, അഭിപ്രായം ഉണ്ടാകുമ്പോൾ വ്യക്തിത്വം ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്നതാണ് ഒരു സ്ത്രീ സുന്ദരിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ചില സ്ത്രീകളുണ്ട്, അവരനുഭവിക്കാത്ത കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കും. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കുക നമ്മൾ മാത്രം എക്സ്പീരിയൻസ് ചെയ്ത സങ്കടങ്ങൾ അവർക്ക് വരുമ്പോഴാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, യെസ്, അവർ സങ്കടം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ സുന്ദരിയായ സ്ത്രീകൾക്ക് അവരനുഭവിക്കാത്ത വിഷമങ്ങൾ കൂടെ മറ്റുള്ളവർ അനുഭവിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഞാൻ വളരെയധികം സൗന്ദര്യം കാണുന്നുണ്ട്. അവൾ ധൈര്യമുള്ളവളായിരിക്കും, അവൾക്ക് പൊരുതാൻ കരുത്തുള്ളവളായിരിക്കും. പിന്നെ അവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വളരെ പോസിറ്റീവായിരിക്കും. അവർ മാത്രമായിരിക്കില്ല, അവരെ കൂടെ ഉള്ളവരിനെയും അവർ പോസിറ്റീവാക്കും. അവർ പലതും നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും, അവരെ കൂട്ടത്തിലുള്ളവർക്കൊക്കെ കൊടുക്കുന്നവളുമായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്നതാണ് ഇന്ന് എൻ്റെ മനസ്സിൽ ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപം എന്ന് പറയണത്. അതെല്ലാം കൂടെ ഒത്ത് ഇണങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സൗന്ദര്യമായി. കുറച്ചൊക്കെ നമുക്ക് പലതും എടുക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ അവൾ സുന്ദരിയാണ്. ഇന്ന് നിറത്തിനും നീളത്തിനും മുടിക്കൊന്നും ഒരു സ്ഥാനവും ഇല്ല ശരിക്ക്.